അസ്സലാമു അലൈക്കും. ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. ഒരു ചെറിയ ജോലിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന കണ്ടൻറ്റ് കണ്ടാൽ മനസ്സിലാവും, നമ്മളെ വിശ്വാസം, മുസ്ലിം വിശ്വാസം മുറുകെ പിടിക്കുന്ന അല്ലെങ്കിൽ അത് മുന്നോട്ട് വെക്കുന്ന കണ്ടൻസാണ് ഞാൻ ചെയ്യൽ. കണ്ടൻസ് എന്നുപരി ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു ജേർണലായി സൂക്ഷിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു ദിവസം എൻ്റെ മോൾ എന്നോട് ചോദിച്ചു, അർ-റഹ്മാൻ റഹീം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന്. ഞാൻ ചെറുതായിട്ട് ഖുർആൻ അവളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് കിട്ടിയില്ല അതിൻ്റെ അർത്ഥം എന്താണെന്ന്. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, നമ്മൾ വിശ്വാസം പിന്തുടരുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, ഓതുന്നുണ്ട്, പക്ഷേ നമ്മൾ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ ഇത് ഖുർആൻ ഓതുന്നതെന്ന്. അപ്പോൾ ഈ ജോലിക്കിടയിൽ ചെറുതായിട്ടെങ്കിലും നമുക്ക് ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കാൻ പലർക്കും പല സമയമാണ് എടുക്കുക. ചിലർ ഒരു വർഷം കൊണ്ട് പഠിക്കും, ചിലർ കുറേ ടൈം എടുക്കും. അപ്പം എത്ര ടൈം എടുത്താലും അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചൊല്ലുന്ന കാര്യങ്ങളും നമ്മളെ വിശ്വാസവും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യണം എന്നൊരാഗ്രഹം തോന്നി. അതുകൊണ്ട് തന്നെ ഇനി മുതൽ പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഖുർആനിലെ ഓരോ ആയത്തുകളും അർത്ഥം വിശദമാക്കിക്കൊണ്ടായിരിക്കും. അതിലൂടെ നമുക്ക് ചെറുതായിട്ടെങ്കിലും മെല്ലെയാണെങ്കിലും അർത്ഥം മനസ്സിലാക്കി ഖുർആൻ മനസ്സിലാക്കി കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ കുറച്ച് കാര്യങ്ങളിലൂടെ ഖുർആൻ മുഴുവൻ മനസ്സിലാക്കി മനഃപ്പാഠമാക്കുക എന്നാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഒരുപാട് പേരുണ്ടെങ്കിൽ ഇത് പഠനവും എളുപ്പമാവും, അല്ലെങ്കിൽ തമ്മിൽ സഹായിച്ച് ഇതിന് എളുപ്പം പഠിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സൂറത്ത് ഫാത്തിഹ, നമ്മുടെ സൂറത്തുകളുടെ മാതാവായ സൂറത്ത് ഫാത്തിഹയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിക്കവർക്കും ഇതിൻ്റെ അർത്ഥം അറിയായിരിക്കും, എന്നാലും നമ്മൾ തുടക്കുന്ന രീതിയിൽ ബിസ്മി പറഞ്ഞ് തന്നെ തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം വരുന്നത് ബിസ്മി, നാമത്തിൽ. ബിസ്മില്ലാഹി, ആരുടെ നാമത്തിൽ? അള്ളാഹുവിൻ്റെ നാമത്തിൽ. അർ-റഹ്മാനിർ റഹീം, ഏറ്റവും കാരുണ്യവാനും കരുണാനിധിയും. മോസ്റ്റ് ഗ്രേഷ്യസ് ആൻഡ് മോസ്റ്റ് മേഴ്സിഫുൾ, ഏറ്റവും കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇതല്ലേ നമ്മൾ എല്ലാ സൂറത്തും ഓതുമ്പോൾ ബിസ്മി ചൊല്ലി തുടങ്ങുമ്പോൾ ഏറ്റവും ഉചിതമായ വാക്കുകളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഏറ്റവും കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ.